ിലേക്ക് വിശദമായി വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. നരഭോജി കടുവയെ പിടിക്കാത്തതിലാണ് നാട്ടുകാർ വൻ പ്രതിഷേധമുയർത്തുന്നത്. 3 മണിക്ക് യോഗത്തിനെത്താമെന്ന് അറിയിച്ച കളക്ടർ എത്താത്തതും നാട്ടുകാരെ പ്രകോപിതരാക്കി. ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഞങ്ങളുടെ സഹോദരിമാരെ കൊണ്ടുവന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ മനുഷ്യപ്പറ്റിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദയാവായ്പ കൊണ്ടുള്ള സമരമാണ്. വെല്ലുവിളിയില്ല. ഉന്നത റവന്യൂ അധികാരി ഞങ്ങൾക്ക് സംരക്ഷണം, പോലീസിന്റെ സംരക്ഷണം, നിയമപരിരക്ഷ. പക്ഷെ ഒരു പൌരന്റെ സംരക്ഷണം എന്ന് പറയുന്നത് റവന്യൂ ആണ്. ആ റവന്യൂ അധികാരി വരാതെ ഈ സമരത്തിൽ നിന്ന് കടികട ഞങ്ങൾ പുറകോട്ടില്ല. അതിനായ ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായപ്പോൾ 1:30 മണിക്ക് CCF പറഞ്ഞതാണ്, DFO പറഞ്ഞതാണ്, കളക്ടർ ഉൾപ്പെടെ വരുമെന്ന് ബഹുമാനപ്പെട്ട പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞിരുന്നു, പ്രത്യാശ പങ്കുവച്ചിരുന്നു. പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ 1.25 മണിക്കൂർ, ഇപ്പോൾ 3/4 മണിക്കൂറോളം നമ്മൾ പ്രതിഷേധിച്ചിട്ട് പോലും CCFന്റെ വാതിൽ കൊട്ടിയടക്കിയിരുന്നത് എന്റെയും നിങ്ങളുടെയും പൌരാവകാശത്തിന്റെ മേലെയുള്ള മുഖത്തേക്കുള്ള അടിയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാനാണ്. അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല, അവർക്ക് കലക്ടറെ കിട്ടുന്നില്ല, ഉന്നതാധികാരികൾ അവരോട് ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരോട് പറയണം? ഞങ്ങൾക്ക് ആകെ പറയാനും അഭയവുമുള്ളത് നിങ്ങൾ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. ഏറ്റവും ഒടുവിലെ ഞങ്ങളുടെ വേദന, ഈ ഒരു ഘട്ടത്തിൽ പോലീസുകാരുൾപ്പെടെ ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്നവർ, നമ്മൾ ചേർന്ന് നിന്നവർ ഇന്ന് ലാത്തിയും ചില ആയുധങ്ങളുമൊക്കെ പ്രയോഗിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളുടെ ശത്രു പട്ടികയിലായിരിക്കും. സനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, രാത്രി വൈകിയാലും സമരം തുടരും. നാട്ടുകാരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്ന ഉദ്യോഗസ്ഥർ എത്തണം, കളക്ടർ എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നു. അത്രമേൽ വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഉദ്യോഗസ്ഥർ അവിടെ എത്തുമോ? കളക്ടർ എത്തുമോ? സംഘർഷ സാധ്യത ഇല്ലാതാക്കാനുള്ള ഇടപെടലുകൾ എങ്ങനെ? രേണുക, നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ ആളുകളുടെ കാത്തിരിപ്പ് ഇനിയും നീണ്ടാൽ ഒരുപക്ഷെ വീണ്ടും ഒരു കയ്യാങ്കളിയിലേക്കും ഇത്തരത്തിലെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. രാത്രി വൈകിയും സമരം തുടരും എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാവിലെ 11 മണിക്ക് ഏതാണ്ട് രാധയുടെ സംസ്കാര ചടങ്ങുകൾ തീർന്നപ്പോഴാണ് ഈ നാട്ടുകാർ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വരികയും DFOയുമായി ആദ്യം സംസാരിക്കുകയും ചെയ്ത് ഈ കടുവയെ വെടിവെച്ച് പിടികൂടാനല്ല, മറിച്ച് കൂട്ടിൽ പിടികൂടി മറ്റൊരിടത്തേക്ക് തുറന്നുവിടാനാണ് ഈ വനംവകുപ്പിന്റെ പദ്ധതികൾ എന്നാണ് നാട്ടുകാരുടെ വിമർശനം. ഒപ്പം ഇന്നലെ രാത്രിയിലും മറ്റുമൊക്കെ പടക്കം പൊട്ടിച്ച് ഈ കടുവയെ സ്ഥലത്തു നിന്നും ഓടിക്കാൻ, ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കങ്ങൾ നടത്തിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ, അല്ലെങ്കിൽ സർക്കാരിന്റെ പക്കൽ നിന്നും ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന് നാട്ടുകാർ അറിയിച്ചു. ഇതേ തുടർന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ ജില്ലാ കളക്ടർ 3 മണിയോടുകൂടി സ്ഥലത്തെത്തും എന്നറിയിച്ചത്. പക്ഷേ 3 മണി കഴിഞ്ഞ് 4 മണി കഴിഞ്ഞിട്ടും കളക്ടർ എത്താതെ വന്നതോടുകൂടിയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. ഇതേ തുടർന്ന് ADM അല്പസമയത്തിനകം ഇവിടേക്ക് വരും എന്നറിയിച്ചിട്ടുണ്ട്. നമുക്ക് സമീപത്ത് തന്നെ കാണുന്ന ഒരു ഗസ്റ്റ് ഹൌസ് പോലെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് അല്പസമയത്തിനകം ADM എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. തഹസീൽദാർ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തഹസീൽദാർ, റവന്യൂ ഉദ്യോഗസ്ഥർ വന്നാൽ മാത്രമേ പിന്മാറൂ എന്നറിയിച്ചിരുന്നു. തഹസീൽദാരുണ്ട്.
തൊട്ടു പിന്നാലെ ADM ഇപ്പോൾ ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തന്നെ പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഒപ്പം നഗരസഭയുടെയും മറ്റുമൊക്കെ ജനപ്രതിനിധികൾ എന്നിവരും അവിടേക്ക് പോയിരുന്നു. ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുശേഷം ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ പ്രക്ഷോഭം ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടെ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൌത്യസംഘം അല്പസമയം മുമ്പ് കാട്ടിലേക്ക് പോയിരുന്നു. മയക്കുവെടി വെക്കാനുള്ള സജ്ജീകരണങ്ങളടക്കം ആയാണ് ആ സംഘം അങ്ങോട്ട് പോയത്. RRT സംഘമുണ്ട്, അവർ ആ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ രാവിലെ മുതൽ പലവട്ടം ക്യാമറ ട്രാപ്പിൽ ഈ കടുവയെ കിട്ടി, കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും ആ കിട്ടിയ ലൊക്കേഷനൊക്കെ നോക്കിയാണ് ഈ സംഘം ഇപ്പോൾ കാട്ടിലേക്ക് പോയിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ വ്യക്തതയില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞിരുന്നത്. ഉത്തരവിൽ വ്യക്തതയില്ല, കൂട് വെച്ച് പിടിക്കാനാണ് അവർ നോക്കുന്നത്, മറ്റൊരിടത്ത് കൊണ്ട് തുറന്നു വിടും, അവിടെയും ജനങ്ങൾ ദുരിതം അനുഭവിക്കും ഞങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ അരുൺ സക്കറിയയും സംഘവും അവിടെ എത്തിയിരിക്കുന്നു. അവർ അങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നത് എന്തിന്റെ സൂചനയായി കാണണം? കടുവയെ കാണുകയാണെങ്കിൽ വെടിവെക്കാനുള്ള നീക്കം തന്നെയാണോ? രണിത, 3 തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകി വനവകുപ്പ് മുൻതൂക്കം കൊടുക്കുന്നത് ഈ കൂടുവെച്ച് കടുവയെ പിടികൂടുക എന്നതിനാണ് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇന്നലെ രാധയെ കടുവ കൊന്നതിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ കൂട് വെച്ചിരിക്കുന്നത്. ആ കൂട്ടിനുള്ളിൽ ജീവനുള്ള ആടുണ്ട്. ഇലകളും മരച്ചില്ലകളും ഒക്കെ ചേർത്ത് ഒരു വനമേഖലയുടെ പ്രതീതി സൃഷ്ടിച്ചു തന്നെയാണ് ആ കൂട് വെച്ചിരിക്കുന്നത്. ആ കൂട്ടിൽ ഈ കടുവ കുടുങ്ങും എന്ന ഒരു പ്രതീക്ഷയാണ് വനവകുപ്പിനുള്ളത്. രണ്ടാമത്തെ മാർഗമാണ് ഈ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത്. CCF അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. DFO ഉണ്ട്, CCF ഉണ്ട്. അവർ രാവിലെ മുതൽ അവരെ ആ കെട്ടിടത്തിൽ തന്നെ തുടരാനാണ് സമരക്കാർ നിർബന്ധിച്ചത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബന്ദികളാക്കി ആ കെട്ടിടത്തിൽ തന്നെ അവരെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസിന്റെ അടക്കം പിന്തുണ അകമ്പടിയോടുകൂടി അവർ ആ ജനപ്രതിനിധികളുടെയും ADMന്റെയും ഒക്കെ യോഗം നടക്കുന്ന ഇടത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ രണ്ടുപേരും ആ കെട്ടിടത്തിനുള്ളിൽ തന്നെയായിരുന്നു, കെട്ടിടത്തിനുള്ളിലെ മുറിയിലായിരുന്നു. ആ മുറിയിലേക്കാണ് അല്പസമയം മുമ്പ് പ്രതിഷേധക്കാർ തള്ളിക്കയറാൻ ശ്രമിക്കുകയും പോലീസ് അവരെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്ത്. ആ സമയത്തും കളക്ടർ എത്തിയാൽ പ്രക്ഷോഭം അവസാനിപ്പിക്കാമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എന്നാൽ കളക്ടർ ഈ ചീഫ് സെക്രട്ടറി വിളിച്ച ഏതോ അത്യാവശ്യ യോഗത്തിലിരിക്കുന്നു എന്ന് പിന്നീട് സമരക്കാരോട് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് റവന്യൂ അധികൃതർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയാൽ ആ സമരം അവസാനിപ്പിക്കാമെന്ന് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ADMും തഹസീൽദാരും ഇപ്പോൾ ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അത് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. ഇനി ചർച്ചകൾ നടന്ന് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അരുൺ സക്കറിയും സംഘവും കാട്ടിലേക്ക് കടുവയെ തേടി ഇറങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ജനങ്ങൾ വലിയ അസ്വസ്ഥരാണ്, ഭീതിയിലാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രതിഷേധമായി അവിടെ രൂപപ്പെടുന്നുമുണ്ട്.